ജൂലൈ മാസത്തിൽ നിന്നുള്ള കുറച്ച് കറണ്ട് അഫേഴ്സും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറിച്ച് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി ശ്രവണ പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. SCERT ആണ് ഈ പാഠപുസ്തകങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. ആംഗ്യഭാഷ, ചിത്രങ്ങൾ, QR കോഡ് എന്നിവ ഉൾപ്പെടുത്തിയാണ് പാഠപുസ്തകങ്ങൾ വികസിപ്പിച്ചിട്ടുള്ളത്. ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിമിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യൻ ചലച്ചിത്ര നടി ആരാണ്? ദീപിക പദുകോൺ. വിനോദ വ്യവസായത്തിന് നൽകിയ സംഭാവനകളെ മാനിച്ച് ഹോളിവുഡ് ചേംബർ ഓഫ് കൊമേഴ്സ് ആണ് ഈ ബഹുമതി നൽകുന്നത്. ഈ ബഹുമതി നേടുന്ന ആദ്യ ഇന്ത്യൻ നടി ദീപികയാണെങ്കിലും ഇന്ത്യൻ വംശജനായ നടൻ സാബു ദസ്തഗീർ 1960 ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. 2023 ഓസ്കാർ വേദിയിലെ അവതാരക, അതുപോലെ തന്നെ 2022 ഫിഫ ലോകകപ്പ് ട്രോഫി അനാച്ഛാദനം ചെയ്ത വ്യക്തി എന്നീ നിലകളിലും ദീപിക ആഗോള ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ച് കേരള സർക്കാർ ആരംഭിച്ച സ്മാർട്ട് കാർഡ് പദ്ധതിയുടെ പേരെന്താണ്? ഡിജിറ്റൽ റവന്യൂ കാർഡ്. കേരള ഭരണ പരിഷ്കരണ വകുപ്പിൻ്റെ സ്റ്റേറ്റ് സഹകരണ സംരംഭക പദ്ധതിയിൽ 1ാം സ്ഥാനം നേടിയ പദ്ധതിയാണിത്. കേരളത്തിലെ ആദിവാസി വിഭാഗങ്ങളുടെ തനത് കലാരൂപങ്ങളെ സംരക്ഷിക്കാനും കലാകാരന്മാർക്ക് ഉപജീവനമാർഗം നൽകാനും കുടുംബശ്രീ മിഷൻ ആരംഭിച്ച പുതിയ സംരംഭം ഏതാണ്? ജനകൽസ. ജനകൽസ എന്ന വാക്കിന് പണിയ ആദിവാസി ഭാഷയിൽ ജനങ്ങളുടെ ആഘോഷം എന്നാണ് അർത്ഥം. ഈ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ ഗോത്ര കലാകാരന്മാരുടെയും കലാരൂപങ്ങളുടെയും ഒരു ഡയറക്ടറി തയ്യാറാക്കും. കൃത്രിമ ബുദ്ധിയുടെ സഹായത്തോടെ കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കാൻ സ്മാർട്ട് മൊസ്കിറ്റോ സർവൈലൻസ് സിസ്റ്റം SMOSS ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഡെങ്കി, മലേറിയ, ചിക്കൻ ഗുനിയ തുടങ്ങിയ രോഗങ്ങളുടെ വ്യാപനം തടയുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാനമായും ലക്ഷ്യം. കൊതുകുകൾ പെരുകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്താൻ AI സെൻസറുകളും അതുപോലെ മരുന്ന് തളിക്കാൻ ഡ്രോണുകളും ഈ സംവിധാനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലിരുന്ന രണ്ടാമത്തെ വ്യക്തി എന്ന നേട്ടം കൈവരിച്ചത് ആരാണ്? നരേന്ദ്രമോദിയാണ്. ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹം 6130 ദിവസം പ്രധാനമന്ത്രി പദത്തിലിരുന്നിട്ടുണ്ട്. 2ാം സ്ഥാനം ഇന്ദിരാഗാന്ധിക്കായിരുന്നു. ഈ ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡാണ് നരേന്ദ്രമോദി മറികടന്നിട്ടുള്ളത്. കൂടാതെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ കോൺഗ്രസ് ഇതര നേതാവ് ചോദിച്ചാൽ അത് നരേന്ദ്രമോദിയാണ്. 1ാം സ്ഥാനം ജവഹർലാൽ നെഹ്റു, 2ാം സ്ഥാനം നരേന്ദ്രമോദി. ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡാണ് നരേന്ദ്രമോദി മറികടന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കാൻ ചൈന തിരഞ്ഞെടുത്തിരിക്കുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര നദി. ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്നത് യാർലങ് സാങ്പോ എന്നാണ്. ടിബറ്റിലെ നിങ്ചയിൽ അരുണാചൽ പ്രദേശിനോട് ചേർന്നാണ് ഈ അണക്കെട്ട് നിർമ്മിക്കുന്നത്. നിലവിലെ തന്നെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ചൈനയുടെ തന്നെ ഒരു ജലവൈദ്യുതി പദ്ധതിയാണ് 3 ഗോർജസ്. ഇതിനേക്കാളും വലിയ അണക്കെട്ടാണ് പുതുതായി നിർമ്മിക്കാൻ പോകുന്നത്. ഇന്ത്യ, ചൈന, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന ഒരു അതിർത്തി കടന്നൊഴുകുന്ന ഒരു നദിയാണ് ബ്രഹ്മപുത്ര.